മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വിശദാംശങ്ങളാണ് ഉണ്ണി നൽകിയത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ നിലമ്പൂർ എംഎൽഎ PV അൻവർ ഇന്ന് കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കും. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പൊതുയോഗത്തിലാണ് PV അൻവർ പങ്കെടുക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് വിവരം. കഴിഞ്ഞ ഒരു വർഷമായി ഒരു തുമ്പുമില്ലാതെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസ്. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് കേസ് അട്ടിമറിച്ചതെന്ന നിലമ്പൂർ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലോടെ സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. തുടക്കത്തിൽ ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടതോടെ LDFൽ നിന്നും പുറത്താവുകയും ചെയ്തു. പിന്നാലെ ഇന്നലെ സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ ചന്തക്കുന്ന് മൈതാനിയിൽ പൊതുസമ്മേളനം വിളിച്ച് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് അൻവർ ശക്തിപ്രകടനവും നടത്തി. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് 6:30 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ PV അൻവർ MLA എത്തുന്നത്. ADGP MR അജിത് കുമാറിനും മാമി കേസിൽ തെറ്റായ ഇടപെടലുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്ന ഗുരുതര വെളിപ്പെടുത്തലുകളുണ്ടായാൽ ആഭ്യന്തര വകുപ്പിനും ADGPക്കും അത് കൂടുതൽ ക്ഷീണമാകും. അൻവറിനെ സംബന്ധിച്ച് തന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനുള്ള മറ്റൊരു വേദി കൂടിയായി മാമി തിരോധാന കേസ് ആക്ഷൻ കമ്മിറ്റിയുടെ പൊതുയോഗം മാറും. അതിനാൽ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. നേരത്തെ PV അൻവർ MLAയുടെ ഉടമസ്ഥതയിലായിരുന്ന കക്കാടാംപൊയിലെ PVR നാച്ചുറൽ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങി. CPIM ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പാർക്കിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അൻവർ CPIMുമായി തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. തകരാറിലായ ട്രാൻസ്ഫോമർ അധികൃതർ മാറ്റി സ്ഥാപിച്ചു. KCB വൈദ്യുതിയിലാണ് SIT ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ